എല്ലാ കൂട്ടുകാർക്കും മലയോളം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. കുഞ്ചൻ നമ്പ്യാർ കൃതികളിൽ പ്രയോഗിച്ചിട്ടുള്ള പഴഞ്ചൊല്ലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചോദ്യം: തോണി കടന്നാൽ തുഴകൊണ്ടെന്നൊരു നാണീയമുണ്ടത് ഭോഷ്കല്ലേതും. ഏത് തുള്ളലിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഘോഷയാത്ര ഓട്ടൻതുള്ളൽ. അടുത്ത ചോദ്യം: അങ്ങാടി തോറ്റെന്നാൽ അങ്ങതിനമ്മയോടെന്ന പഴഞ്ചൊല്ലോർത്തു. ഏത് കൃതിയിലെ വരികളാണിവ? ഉത്തരം: സന്താനഗോപാലം ഓട്ടൻതുള്ളൽ. അടുത്ത ചോദ്യം: ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. ഏത് കൃതിയിലെ വരികളാണിവ? ഉത്തരം: സത്യാസ്വയംവരം ഓട്ടൻതുള്ളൽ. അടുത്ത ചോദ്യം: മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാമൊരു സൗരഭ്യം. ഏത് തുള്ളലിലെ വരികളാണിവ? ഉത്തരം: കിരാതം ഓട്ടൻതുള്ളൽ. അടുത്ത ചോദ്യം: കയ്യിൽ കിട്ടിയ കനകമുപേക്ഷിച്ചീയം കൊള്ളുവാൻ ഇച്ഛിക്കുന്നു. ഏത് തുള്ളലിലെ വരികളാണിവ? ഉത്തരം: നളചരിതം ഓട്ടൻതുള്ളൽ. അടുത്ത ചോദ്യം: വല്ല മക്കളിലില്ല മക്കളിതെല്ലാവർക്കും സമ്മതമല്ലോ. ഏത് തുള്ളലിലെ വരികളാണിവ? ഉത്തരം: ഗോവർദ്ധന ചരിതം ഓട്ടൻതുള്ളൽ. അടുത്ത ചോദ്യം: കട്ടിലു കണ്ടു പനിച്ചാൽ കണക്കല്ല കിട്ടുമെന്നാകിലേ മോഹം തുടങ്ങാവൂ. ഏത് തുള്ളലിലെ വരികളാണിവ? ഉത്തരം: ധ്രുവചരിതം ശീതങ്കൻ തുള്ളൽ. അടുത്ത ചോദ്യം: കുരയ്ക്കും പട്ടികളുണ്ടോ കടിക്കുന്നു. ഏത് തുള്ളലിലെ വരികളാണിവ? ഉത്തരം: ഹരിണീ സ്വയംവരം ശീതങ്കൻ തുള്ളൽ. അടുത്ത ചോദ്യം: ഈറ്റനോവിൻ്റെ പരമാർത്ഥമൊക്കെയും പെറ്റ പെണ്ണുങ്ങൾക്കു തന്നെ അറിയാവൂ. ഏത് തുള്ളലിലെ വരികളാണിവ? ഉത്തരം: ഗണപതി പ്രാതൽ ശീതങ്കൻ തുള്ളൽ. അടുത്ത ചോദ്യം: ആശാനക്ഷരമൊന്നു പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്. ഏത് തുള്ളലിലെ വരികളാണിവ? ശീലാവതി ചരിതം ഓട്ടൻതുള്ളൽ. ഇനി കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ കൃതികളിൽ പ്രയോഗിച്ചിട്ടുള്ള ശൈലികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഞെളിഞ്ഞു നടക്കുക, കൊട്ടി കഥകടയ്ക്കുക, നാണം കെടുത്തുക, നോറ്റുകിടക്കുക, പൊരുള് പറയുക, പാട്ടും പാടി നടക്കുക, താന്തോന്നിത്തം, മർമ്മം നോക്കുക, തണ്ടും തപ്പി നടക്കുക, അണ്ടികൾ ചപ്പി നടക്കുക, കയ്യും കണക്കും, വക്കാണിക്കുക, തായാട്ടു കാട്ടുക, തൊള്ള തുറക്കുക, പിടുങ്ങുക, ആണയിടുക, ആന കളിക്കുക, കൊല്ലാതെ കൊല്ലുക, ഇഞ്ചിക്കാരൻ, നേരമ്പോക്ക് പറയുക, പാട്ടിലാക്കുക, ചന്തം കെടുത്തുക, വശം കെടുക, തിന്നു മുടിക്കുക, മിടുക്ക് കാട്ടുക, ചെണ്ട കൊട്ടിക്കുക തുടങ്ങിയവ കുഞ്ചൻ നമ്പ്യാർ തൻ്റെ തുള്ളൽ കൃതികളിൽ ഉപയോഗിച്ചിട്ടുള്ള ശൈലികളിൽ ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇനി തുള്ളൽ കഥകളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള 2,00,000-ഓളം പദങ്ങളിൽ അർത്ഥശക്തി കൂടുതൽ ഉള്ള ഏതാനും പദങ്ങളും അർത്ഥങ്ങളും നോക്കാം. 1. ഊർധ്വം. അതിൻ്റെ അർത്ഥം നഷ്ടം, വിഫലം. അടുത്തത് തനിച്ച. ആ വാക്കിൻ്റെ അർത്ഥം ശ്രേഷ്ഠമായ, സമർത്ഥമായ. അടുത്തത് മാറ്റി. അതിൻ്റെ അർത്ഥം കൊള്ളരുതാത്തവൻ. അടുത്തത് ചെണ്ടത്തം. അർത്ഥം വിഡ്ഢിത്തം, അമളി. അടുത്തത് യന്ത്രി. അർത്ഥം സൂത്രശാലി. അടുത്തത് വാശത്. അർത്ഥം വല്ലതും. അടുത്തത് ഉശിര്. അർത്ഥം ജീവൻ, ഉണർവ്, ചൈതന്യം. അടുത്തത് തരിമ്പ്. അർത്ഥം അല്പം, ലേശം. അടുത്തത് പള്ളിശ്രാമ്പി. അർത്ഥം രാജകൽപ്പന. അടുത്തത് യഷ്ടി. അർത്ഥം ചതിയൻ, ഭോഷൻ. അടുത്ത ചോദ്യം: ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരുകേരള ഭാഷ തന്നെ ചിതം വരൂ. ഭാഷയേറി വരുന്ന നല്ല മണിപ്രവാളമതെങ്കിലോ ദൂഷണം വരുവാനുമില്ല വിശേഷഭൂഷണമായി വരും. വേഷസംഗതിയോടു ചേർന്നൊരു ഭാഷ വേണമതെങ്കിലേ ശേഷമുള്ള ജനത്തിനും പരിദോഷമെന്ന് വരൂ ദൃഢം. ഏത് തുള്ളലിലെ വരികളാണിവ? ഉത്തരം: സഭാപ്രവേശം പറയൻ തുള്ളൽ. അടുത്ത ചോദ്യം: കവിതകൾ കേൾക്കുന്നേരം തന്നെ ചെവിയുള്ളോർക്കാനന്ദം വേണം. ഏത് തുള്ളലിലെ വരികളാണിവ? ഉത്തരം: രുക്മിണീ സ്വയംവരം ഓട്ടൻതുള്ളൽ. അടുത്ത ചോദ്യം: മാധുര്യഗുണങ്ങളും അക്ഷരവ്യക്തിയും വേണം. സാധുത്വം പദങ്ങൾക്കും സതതം സംഭവിക്കേണം. ബോധിപ്പിപ്പതിനുള്ള കുശലത്വം അതും വേണം. ബോധമുള്ളവർക്കുള്ളിൽ ബഹുമാനം വരുത്തേണം. ഏതു കൃതിയിലെ വരികളാണിവ? ഉത്തരം: പഞ്ചേന്ദ്രോപാഖ്യാനം പറയൻ തുള്ളൽ.